ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഞങ്ങളൊരു ലോങ് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഞാനും ഏട്ടനും ആദൂട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ മൂന്നാറിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നാൾ കൊണ്ട് പ്ലാൻ ചെയ്തിരുന്നതാണ് ഏട്ടൻ വന്നപ്പം വരുമ്പോഴത്തേക്കും പോകാമെന്നൊക്കെ ഉള്ളത്. പക്ഷേ വന്ന സമയത്ത് നടന്നില്ല, കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. പിന്നെ ഏട്ടൻ ഇപ്പോൾ പോകാറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രിപ്പ് മാറ്റി വെക്കേണ്ട എന്ന് വിചാരിച്ചു. ഞങ്ങൾ പറഞ്ഞ് തീരുമാനിച്ചതായതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പോകാമെന്ന് തന്നെ വിചാരിച്ചു. ഇപ്പോൾ ദേ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഞങ്ങളിതേ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി. ആദൂട്ടൻ ഉറക്കം എഴുന്നേറ്റിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പം അവനെ എഴുന്നേൽപ്പിക്കണം, റെഡിയാക്കണം. ഇപ്പോൾ സമയം ഒരു 5:45 ആയിട്ടുണ്ട്. അപ്പം ഒത്തിരി ലേറ്റായി. ഞങ്ങൾ നേരത്തെ റെഡിയാവണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ്. പിന്നെയും നമ്മൾ ലേറ്റായി പോയി. പിന്നെ ദേ അമ്മയും രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ചായയൊക്കെ ഇട്ട് തരാനായിട്ട്. അങ്ങനെ അമ്മ ദേ ചായയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അമ്മ ദേ ആദൂട്ടനെ വിളിച്ച് റെഡിയാക്കി തന്നു. അപ്പോൾ ആദൂട്ടനും അവിടെ ഉണ്ട്, റെഡിയായി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാനായിട്ടൊക്കെ പോവാണ് കേട്ടോ. അപ്പോൾ ദേ ഞാൻ ഇറങ്ങുവാണ്. ആദൂട്ടൻ ദേ സുന്ദര കുട്ടപ്പനായിട്ടൊക്കെ വന്ന് നിൽപ്പുണ്ട്. വാ, ഓക്കെ. നീ എല്ലാം മറന്നോ? അയ്യോ, താങ്ക് യു. മോൻ്റെ ചെരുപ്പോ? ചെരുപ്പ് ആനടിനാറിന്റെ ചെരുപ്പാണ്. ആദൂട്ടന്റെ ഹെയർ സ്റ്റൈല് പൊളിച്ചല്ലേ? ആദു ഇങ്ങോട്ട് നോക്കേ. സൂപ്പർ സൂപ്പർ. എപ്പോഴും ഇട്ടങ്ങനെ നമുക്ക് തിരിഞ്ഞു ചെരുപ്പ് അങ്ങോട്ടും തിരിഞ്ഞു. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. നേരം ഇങ്ങനെ വെളുത്ത് വരാറായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ കുറച്ചുകൂടെ ഇരുട്ടൊക്കെ ഉള്ളപ്പോൾ ഇറങ്ങണം എന്ന് വെച്ചാൽ ഒരു 5 മണി ആ ഒരു സമയത്ത് നല്ല ഇരുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇറങ്ങണമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ എപ്പോഴും എന്ത് പ്ലാൻ ചെയ്താലും നടക്കത്തില്ല. പിന്നെ നമ്മുടെ ദേവികുളങ്ങര അമ്പലത്തിൽ വഞ്ചിയിൽ പൈസയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ട് പോകാനായിട്ട് ഇറങ്ങി. നമ്മൾ അമ്പലത്തിനകത്തോട്ട് കയറിയില്ല, വെളിയിൽ നിന്ന് നല്ലപോലെ പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മൾ പതുക്കെ നല്ല സന്തോഷത്തോടെ ആദൂട്ടൻ്റെ ഫ്രണ്ടിൽ ഹാപ്പി ആയിട്ട് നിൽപ്പുണ്ട്. അവന് യാത്രയെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ കൂടെ ഒത്തു നിന്നോളും. ആ കാര്യത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ് കേട്ടോ. പിന്നെ അതേ നമ്മുടെ സ്വന്തം കായംകുളത്തെത്തിയപ്പോഴത്തേക്കും ഇങ്ങനെ ട്രാഫിക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ വിശാലമായി കിടക്കുമ്പോൾ വണ്ടി ഓടിക്കാൻ എന്താ സുഖമാണെന്നറിയാമോ. അപ്പം ഈ ഭാഗത്തൊക്കെ എന്താ ട്രാഫിക്കാണ്. അപ്പോൾ വണ്ടി ഇങ്ങനെ സ്മൂത്തായിട്ട് ഓടിച്ചു പോകാൻ നല്ല സുഖമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെട്ടികുളങ്ങര എത്തിയപ്പോഴത്തേക്കും അവിടുന്ന് എണ്ണ അടിക്കാമെന്ന് വിചാരിച്ചു. ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ടുണ്ട്. 1000 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആദൂട്ടൻ അങ്ങനെ ആ പെട്രോൾ പമ്പിൽ അങ്കിളുമായിട്ട് നല്ല കമ്പനിയായി കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ തിരുവല്ല റൂട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തിരുവല്ല അടുക്കാറായി. അപ്പോൾ ചെറുതായിട്ടൊന്ന് അവിടെ വെച്ച് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അവനെ നമ്മൾ കയറി ഒന്ന് നിന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പേടിച്ചു, മഴയാണോ എന്നറിയില്ലല്ലോ. ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണല്ലോ, ഇടയ്ക്ക് മഴ വെയിൽ. പക്ഷേ പെട്ടെന്ന് തന്നെ വെയിലൊക്കെ ഉദിച്ചു കേട്ടോ. അപ്പോഴത്തേനും ഞങ്ങൾ ഉള്ള ഇതിലങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഞങ്ങളില്ല മഴ പെയ്തത് കൊണ്ട് കുറച്ച് പരമാവധി അങ്ങ് എത്രത്തോളം എത്താവോ അങ്ങനെ അങ്ങ് നോക്കുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അധികം വിശപ്പൊന്നും ആയിട്ടില്ലായിരുന്നു. ഇപ്പം ഇച്ചിരി വെയിൽ വന്നെങ്കിലും ഞങ്ങൾ പരമാവധി കുറേ ദൂരം അങ്ങ് പോയി. അങ്ങനെ കോട്ടയം അടുക്കാറായപ്പോഴത്തേക്കും ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. അപ്പോൾ ആദൂട്ടനും ഏട്ടനും എനിക്കായാലും വിശന്ന് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് അങ്ങ് പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ നല്ല വെയിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവിടെ നിർത്തിയത്.
അപ്പോൾ ദേ ദോശയും മുട്ടക്കറിയാണ് പറഞ്ഞത്. എനിക്ക് കടലക്കറി മതിയെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണ്ട, യാത്ര പോകേണ്ടതൊക്കെ ഗ്യാസാണ്, ഇത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ മുട്ടക്കറിയും ദോശയാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ആദൂട്ടന് കറി ഐറ്റംസ് എരിവൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒരു പുഴുങ്ങിയ മുട്ടയും ഒരു 2 ദോശയും പഞ്ചസാരയും കൂടെ ചേർത്ത് അവർ തന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മൾ പിന്നെ യാത്ര തിരിച്ചു നമ്മുടെ കോട്ടയത്തെത്തി. കോട്ടയം ടൗണിൽ കൂടി ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നു. അപ്പോൾ ദേ ഞങ്ങൾ ഒരു പെട്രോൾ പമ്പിലൊക്കെ കയറി വാഷ്റൂമിൽ പോകാനായിട്ട്. പിന്നെ ദേ ഈ ഒരു പില്ലോ ഞങ്ങൾ റോഡ് സൈഡിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ആദൂട്ടന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, കുറേ ലോങ് പോകേണ്ടതല്ലേ, അപ്പോൾ അവന് സുഖമായിട്ടിരിക്കട്ടെ എന്ന് വെച്ചിട്ട് വാങ്ങിയതാണ്. പക്ഷേ അവനത് ഇഷ്ടപ്പെട്ടില്ല, അവന് ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് ബാക്കിൽ കെട്ടിവെച്ചു. പക്ഷേ അത് എനിക്ക് ഉപകാരപ്പെട്ടു, എനിക്ക് നല്ലപോലെ ചാരി ഇരുന്ന് പോകാൻ പറ്റി കേട്ടോ. അങ്ങനെ ദേ നമ്മളൊരു കടയിൽ കയറി. കുറേ നേരം വണ്ടിയിൽ തന്നെ ഇരിക്കുമല്ലേ. അങ്ങനെ ദേ നമ്മളൊന്ന് കടയിൽ കയറി ആദൂട്ടിനൊരു മൗണ്ടൻ ഡ്യൂവും ഒരു ഉഴുന്നുവടയൊക്കെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ കുറച്ച് നേരം ആ കടയിലിരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെയും ഞങ്ങൾ പതുക്കെ പോയി. ഇത് സ്ഥലം മൂവാറ്റുപുഴയാണ് കേട്ടോ. മൂവാറ്റുപുഴ എത്തി നമ്മൾ. അങ്ങനെ നമ്മുടെ മൂവാറ്റുപുഴ ആ ടൗൺ ഏരിയയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണാനുള്ള സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാര്യം നല്ല പച്ചപ്പും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ദേ ഈ ഒരു ഗ്യാസ് വണ്ടി ഞങ്ങളുടെ ഫ്രണ്ടിൽ കുറേ നേരം കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ കുഞ്ഞു വഴി ആയതുകൊണ്ട്, കുഞ്ഞു വഴിയെന്നല്ല, ഈ വളവും തിരിവൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനൊട്ട് സമ്മതിക്കത്തതുമില്ല. പിന്നെ ഒരുവിധം ഏട്ടൻ ഓവർടേക്ക് ചെയ്ത് കയറി. പിന്നെ ആ വണ്ടിയുടെ ശല്യം മുഴുവായി കിട്ടി. പിന്നെ അങ്ങോട്ട് ഞങ്ങൾ ആസ്വദിച്ച് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയി. ഈ മല നിരകൾ കണ്ടില്ലേ,
എന്താ ഭംഗിയാണ്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വിചാരിക്കും അടുക്കാറായെന്ന്, പക്ഷേ അടുക്കാറായിട്ടില്ല. അപ്പോൾ ദേ ഇവിടെ ഇങ്ങനെ ഒത്തിരി പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ കുറേ അപകടങ്ങൾ, മണ്ണിടിച്ചിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സൈഡിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആനത്താര എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആന ഇറങ്ങുന്ന സ്ഥലമാണിത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരാനയെ കണ്ടിരുന്നെങ്കിലെന്ന്. അന്നേരമാണ് ഏട്ടൻ പറഞ്ഞത് ഇവിടെ പടയപ്പ ഇറങ്ങുന്ന സ്ഥലമാണിത്. നമ്മുടെ നീ കേട്ടിട്ടില്ലേ അടിമാലി മൂന്നാർ റൂട്ടിൽ ആന ഇറങ്ങിയെന്ന്, നമ്മുടെ പടയപ്പ ഇറങ്ങിയെന്ന്. അത് കേട്ടപ്പോഴേ പിന്നെ എൻ്റെ കിളി പോയി. പിന്നെ ഞാൻ പറഞ്ഞു എങ്ങും നിർത്തണ്ട, വണ്ടി വിട്ടോ പൊക്കോളാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ എങ്ങ് പോയി. അങ്ങനെ നമ്മൾ ദേ വണ്ടി വിട്ട് വനത്തിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത സ്ഥലം എന്ന് പറയുന്നത് അടിമാലിയാണ്. അടുത്ത ജംഗ്ഷൻ ഒരു ടൗൺ ഏരിയ എന്ന് പറയുന്ന അടിമാലിയാണ്. അപ്പോൾ അതുവരെ ഇങ്ങനെ കാടായിരിക്കും. അപ്പോൾ ദേ നമ്മൾ കൊച്ച് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഇടയ്ക്ക് നിർത്തും കേട്ടോ, അതെന്താണെന്ന് വെച്ചാൽ കാണാൻ. അപ്പോൾ ഏട്ടന് വണ്ടി ഓടിക്കുന്നതിലൊരു ഇതും കിട്ടും, ഇങ്ങനെ പതുക്കെ കണ്ട് ആസ്വദിച്ച് പോകാം. അങ്ങനെ ദേ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ദേ ഇവിടെ കുറച്ച് ആളുകളൊക്കെ നിന്നിട്ട് അവർക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഏട്ടൻ നിർത്തി, പക്ഷേ എനിക്കൊരു പേടി അത് ചാടി ദേഹത്ത് കയറുമെന്ന്, അതുകൊണ്ട് ഞങ്ങൾ അധികം നിന്നില്ല. പിന്നെ ദേ ഇവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അടിപൊളി രസമുണ്ടായിരുന്നു. പക്ഷേ ഏട്ടൻ ഇറക്കിയില്ല. ഏട്ടൻ പറഞ്ഞ് നമുക്ക് തിരിച്ച് വരുമ്പം ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന്. ഏട്ടൻ എങ്ങനെയെങ്കിലും റൂം കണ്ടെത്തിയാൽ മതി, നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം അവിടെ ചെന്ന് ഒന്ന് സെറ്റിൽഡായിട്ട് ബാക്കി എല്ലായിടവും പോവാം എന്നുള്ളതാണ് ഏട്ടന്. അങ്ങനെ ഞങ്ങൾ പിന്നെയും വണ്ടി വിട്ടങ്ങ് പോയി. അങ്ങനെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെത്തി. ക്ലൗഡി മിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ്റെ ക്യാഷൊക്കെ അടച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഫസ്റ്റിൽ തന്നെ ക്യാഷ് അടയ്ക്കണം. നമ്മൾ എത്ര ദിവസമാണ് താമസിക്കുന്നത് മൊത്തത്തിൽ ആണ് അടയ്ക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾ ദേ റൂമിലേക്ക് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അത് റൂം ഇഷ്ടപ്പെട്ടോ? ഇത് ഒക്കായോ? ക്ഷീണിച്ചോ കുഞ്ഞ്? ക്ഷീണിച്ചു പോയോ? രാവിലെ എവിടെ പോയി? ബാത്റൂമിൻ്റെ നോക്കട്ടെ. നല്ല
അവസാനം ഞങ്ങൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്, റൂമിലിരിക്കുകയാണ്. അപ്പം നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ട്. വണ്ടിയിലിരുന്ന് നല്ലപോലെ മോന് കുറച്ച് നേരമൊക്കെ ഉറങ്ങിയൊക്കെ ചെയ്തു. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ ടയേർഡായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ. അടുത്ത മൂന്നാർ കറക്കും കാര്യങ്ങളും എല്ലാം അടുത്ത വീഡിയോയിലായിരിക്കും. അപ്പം ഫുഡ് കഴിക്കണം, ഇച്ചിരി നേരം ഒന്ന് ഉറങ്ങണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും